നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഹാസ്യ നടനാണ് ശ്രീ ടിനി ടോം എന്ന് പറയുന്നത്. എന്നാൽ അതിലും ടിനി ടോമിനേക്കാളും പ്രിയപ്പെട്ട നിത്യഹരിത നായകനാണ് നമ്മുടെ പ്രിയപ്പെട്ട എക്കാലത്തെ എവർഗ്രീൻ ഹീറോ മലയാള സിനിമയുടെ ആരായിരിക്കും? ശ്രീ പ്രേം നസീർ. അദ്ദേഹം അഭ്രപാളികൾ മറിഞ്ഞിട്ട് വർഷങ്ങളായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വിവാദ നായകനായി മാറിയിരിക്കുന്ന ടിനി ടോമാണ് പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശം. വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് പ്രേം നസീർ പണിയില്ലാതെ വന്നപ്പോൾ, അതായത് ജോലി ഇല്ലാതെ അല്ലെങ്കിൽ ഷോസ് ഇല്ലാതെ സിനിമകളില്ലാതെ വന്നപ്പോൾ അദ്ദേഹം മേക്കപ്പ് ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി അദ്ദേഹം പലയിടത്തും പോയിരുന്ന് കരയുമായിരുന്നു അത്രേ. എന്തടിസ്ഥാനത്തിലാണ് ടിനി ടോം അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല. അദ്ദേഹം അതിന് മാപ്പപേക്ഷയും കാര്യങ്ങളുമായിട്ട് പിന്നെ മേറിൽ പോയിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ വിവാദമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്കറിയാം, നമ്മൾ ആരും തന്നെ പ്രേം നസീർ അല്ലെങ്കിൽ മധു, ഈ പറയപ്പെടുന്ന സത്യൻ, ആകെ കൂടെ എന്തെങ്കിലും ഒരു ട്രോളോ കാര്യങ്ങളോ നമ്മുടെ മലയാളികൾ ഇറക്കിയിരിക്കുന്നത് ശ്രീ ജയനെ കുറിച്ചാണ് അല്ലേ. അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ട്രോളുകൾ ഇറക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടി അപ്പോഴും ട്രോളുകൾ വന്നിട്ടില്ല. ജയനെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്തും കളിയാക്കുന്നതും അല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വാർത്താ ചാനലുകളോ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ അഭിനയത്തെ കളിയാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു ട്രോളും വരാറില്ല. കാരണം നമ്മൾ ഇന്നും ആ മലയാളികളുടെ പ്രത്യേകതയാണ്, നമ്മൾ അന്നും ഇന്നും ആ അഭ്രപാളികളിലെ മഹാനടന്മാരെ ആദരിക്കുന്നു. ശ്രീവിദ്യ, അതോടൊപ്പം തന്നെ ഷീല, ഈ പറയപ്പെടുന്ന പോലെ ഇപ്പോഴും ആകെ അത്രയും നടന്മാരിൽ അല്ലെങ്കിൽ അത്രയും നടിമാരിൽ അന്നത്തെ എവർഗ്രീൻ നായിക ജീവിച്ചിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഷീലയാണ്, സിനിമാ നടി ഷീല. അവരെയും നമ്മൾ എന്തോരം ആദരം നൽകിയാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത് അല്ലേ. അവരിന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട് മലയാളത്തിലുള്ളവർക്ക്. മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട നടന്മാരും നടിമാരുമാണ് ജയഭാരതി ആയാലും, നസീർ ആയാലും, പ്രേം നസീർ ആയാലും, മധു ആയാലും, സത്യനായാലും, ജയനായാലും, അങ്ങനെ കുറേയധികം ആൾക്കാർ. ഇതിൽ പ്രേം നസീറിന് ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യനായിരുന്നു. അക്കാലത്തെ റൊമാൻറ്റിക് ഹീറോ. അന്നത്തെ ഇപ്പം നമ്മുടെയൊക്കെ അമ്മമാരുടെ കാലത്തിലെ യുവനടനായിരുന്നു. ഇന്ന് നമുക്ക് ചാക്കോച്ചനും പൃഥ്വിരാജും ഒക്കെ എങ്ങനെയാണോ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലത്തെ 90കളിലെ നമ്മുടെ ചേച്ചിമാർക്ക് ലാലേട്ടനും മമ്മൂക്കയൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു അന്നത്തെ നമ്മുടെയൊക്കെ അമ്മമാരുടെ ജനറേഷനിൽ, നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ ജനറേഷനിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനായിരുന്നു നസീർ. അതായത് ഒരു പുരുഷനെ കണ്ടാൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഹീറോ, അതിന്റെ സിമ്പിൾ നസീർ ആയിരുന്നു. എത്രയോ സിനിമകൾ, ഏറ്റവും കൂടുതൽ പ്രണയ ജോഡികളായിട്ട് ഷീലയുമായിട്ട് അഭിനയിച്ച ചിത്രങ്ങൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ കയറിയിട്ടുണ്ട്. അത്രത്തോളം ചിത്രങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ. നമുക്ക് വിരലിൽ എണ്ണാവുന്ന, പറഞ്ഞാൽ തീരാത്തത്ര ചിത്രങ്ങൾ ചെയ്തൊരു വ്യക്തി. എന്തോരം ഹിറ്റ് പാട്ടുകൾ. ഇന്നും പഴയ ആ ഒരു 80s, പഴയ ആ ഒരു 60s 70s ഗാനങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നസീർ അഭിനയിച്ച സിനിമകളാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. അദ്ദേഹത്തിന് പ്രേം നസീർ എന്ന് പറഞ്ഞാൽ പ്രേം നസീർ, അതായത് ആ ഒരു പ്രേമം തുളുമ്പുന്ന മുഖഭാവങ്ങളും കണ്ണുകളും, ഒരു സുന്ദരൻ, ഇന്നും നമുക്ക് ഇഷ്ടം തോന്നുന്ന മുഖമുള്ള ഒരു വ്യക്തിയാണ്. അതൊരു നായകൻ ശരിക്കും എന്താണോ അന്ന് മലയാള സിനിമ എവർഗ്രീൻ നായകൻ. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു മരണ കാലം വരെയും അദ്ദേഹത്തിന്റെ മുഖത്തിന് വലിയ മാറ്റങ്ങളുണ്ട്. പിന്നീട് അദ്ദേഹം അച്ഛൻ റോളിലൊക്കെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛൻ റോൾ ചെയ്ത സിനിമകളിലൊക്കെയും അദ്ദേഹം മെയിൻ താരമായിട്ട് തന്നെയാണ്. അതായത് അച്ഛനാണെങ്കിലും അതൊരു ആ ഒരു സിനിമയിൽ അതേ ഒരു സെൻട്രൽ ക്യാരക്ടർ തന്നെയായിട്ടായിരുന്നു സിനിമകളെല്ലാം അദ്ദേഹത്തെ കുറിച്ച് ചെയ്തിരുന്നത്. പക്ഷെ ടിനി ടോമിന് ഇങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അത് ടിനി ടോമിന് മാത്രമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മണിയമ്പിള്ള രാജുവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ മണിയമ്പിള്ള രാജു ചേട്ടനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന രീതിയിലാണ് ടിനി ടോം പറഞ്ഞു വെച്ചത്. പക്ഷെ മണിയമ്പിള്ള രാജു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്, ടിനി ടോമിന് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും എന്നൊക്കെ അദ്ദേഹം ആലപ്പി അഷ്റഫിന് കൊടുത്ത ഒരു ഫോൺ സംഭാഷണത്തിൽ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ടിനി ടോം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. അതിൽ അദ്ദേഹം പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് മണിയമ്പിള്ള രാജു പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ടിനി ടോം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകില്ല. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേട്ടൻ, അദ്ദേഹം എക്കാലവും അദ്ദേഹമൊക്കെ മിമിക്രി താരങ്ങളായിട്ട്, കലാഭവനിലെ മിമിക്രി താരമായിട്ട് വന്ന ആൾക്കാരാണ്. ദിലീപ്, കലാഭവൻ മണി, ജയറാം, അവരൊക്കെ മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ടൊന്ന് സൂപ്പർ താരങ്ങളായി മാറിയവരാണ്. പ്രത്യേകിച്ചും ജയറാമേട്ടനും ദിലീപും ഒക്കെ. അവരൊക്കെ ഇന്നും മിമിക്രി വിടാത്ത ഒരു സൂപ്പർ ഹീറോ ഉണ്ടെങ്കിൽ അത് ജയറാമാണ്. ഏത് സദസ്സിൽ ചെന്നാലും ജയറാമിനോട് ആവശ്യപ്പെടും നസീറിനെ അവതരിപ്പിക്കാൻ. കാരണം അദ്ദേഹം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രേം നസീറിനെ അവതരിപ്പിക്കുക, മിമിക്ക് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ ജയറാമിന്റെ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് നസീറിന്റെ ചില ജെക്സ്റ്റേഴ്സ്, ചില ഒരു കോപ്പിയടി ജയറാമിന് ഇല്ലേ എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ. അപ്പൊ അതുപോലുള്ള അഭിനയമാണ്, അതുപോലൊരു കോപ്പിങ്. അത് ജയറാം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ലൈഫിലെ അല്ലെങ്കിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ ലെജൻഡാണ് നസീർ. അത് ജയറാമിന് മാത്രമല്ല, ഒരുപക്ഷെ ലാലേട്ടനോട് ചോദിച്ചാലും മമ്മൂക്കയോട് ചോദിച്ചാലും അന്നത്തെ നടന്മാരോടൊക്കെ ചോദിച്ചാലും ഇന്ന് സിനിമയെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഏത് വ്യക്തികളോട്, അതായത് സിനിമാ പ്രവർത്തകർ എന്ന നിലയിൽ ആഴത്തിൽ സ്നേഹിക്കുന്ന, ടെക്നിക്കലി സ്നേഹിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാലും അവരും പറയും, അവരുടെ ലിസ്റ്റിലും കാണും നസീറിന്റെ പേര്, പ്രേം നസീറിന്റെ പേര്. അദ്ദേഹം ഒരുപക്ഷെ ആദ്യത്തെ ടോപ്പ് 10ൽ ആദ്യത്തെ സ്ഥാനത്തിൽ അപ്പോൾ നസീറിനായിരിക്കും. യുവതലമുറയ്ക്ക് മാത്രമാണ്, യുവതലമുറയ്ക്കും ഒരുപക്ഷെ സിനിമ ആഴങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ജെന്നിസെഡിനും അറിയാൻ സാധിക്കും പ്രേം നസീർ ആരാണ്. കാരണം അദ്ദേഹം അഭ്രപാളികളിൽ ഇന്നും നിത്യഹരിത നായകനായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്.
എന്നും മലയാളിയുടെ മനസ്സിൽ നസീറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ചുരുണ്ട മുടിയും സ്റ്റൈലും ആ ചെറിയ ചെറിയ പൊടി മീശയുമാണ് ആൾക്കാർക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് ഒരു സിനിമയില്ലാത്ത വ്യക്തിയായി ചിത്രീകരിച്ചുകൊണ്ട് ടിനി ടോമിനെ പോലെയുള്ള ഒരു വ്യക്തി ഇത്രയും മോശമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത്, ടിനി ടോം പറയുന്നത്, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ കൊടുത്ത അഭിമുഖത്തിന്റെ 2 വശവും ചുരണ്ടിക്കളഞ്ഞിട്ട് നടുക്ക്, അതാണ് സോഷ്യൽ മീഡിയ ചെയ്യാറ്. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചു ആവാം. എന്തായാലും ടിനി ടോമിന് എയറിൽ കയറാനുള്ള ഒരു പരിപാടിയാണ് ടിനി ടോമായിട്ട് തന്നെ കയ്യിൽ വെട്ടിവെച്ച് കൊടുത്തത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ എയറിൽ കയറുകയും ചെയ്തു. ഇനി ആരും ആയിക്കോട്ടെ, നമ്മൾ ആരോടും ഫോൺ സംഭാഷണം നടത്തിക്കോട്ടെ, ആരെക്കുറിച്ചും നമ്മൾ പരാമർശിച്ചോട്ടെ, പ്രത്യേകിച്ചും നമ്മളൊരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും ലെജൻഡ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ ഇത്രയും മോശമായ ഭാഷകൾ ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം ഏറ്റവും നമ്മൾ ഉള്ളിൽ ബഹുമാനം കൊടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പുറമെ ഈ പറയപ്പെടുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നതാണെന്നൊരു കാര്യം ചെയ്യുക. അതുമാത്രമല്ല, ടിനി ടോം ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ്. അദ്ദേഹം മിമിക്രിയിലൂടെയാണ് ഈ രംഗത്തേക്ക് കുറേ നാൾ നമുക്കറിയാം ഗിന്നസ് പക്രുവുമായിട്ട് അദ്ദേഹം ചാനലിൽ പ്രോഗ്രാം ചെയ്തൊരു കോമഡി പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണ്. സോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ടിനി ടോം ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നതെന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർക്കും അദ്ദേഹത്തിന്റെ വളർച്ച കണ്ടിട്ടുള്ളവർക്കും അറിയാം. സോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പരാമർശം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അത് വല്ലാത്ത ഖേദം, വല്ലാത്തൊരു വിഷമം സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടായെന്ന് മാത്രമല്ല, ജെന്നിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവരുടെ കാലത്ത് ജീവിച്ചാലെങ്കിൽ പോലും ന്യായമായ കാര്യങ്ങൾക്ക്, അതായത് ഇതുപോലുള്ള ഇപ്പൊ നസീറിനെ അവഹേളിക്കുക, അല്ലെങ്കിൽ മധുവിനെ അവഹേളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഷീലാമയെ അവഹേളിച്ച് സംസാരിക്കുക, അതിനി ആര് പറഞ്ഞാലും അവർ കയറി പറഞ്ഞ പോലെ ഒന്ന് ചൊറിയും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ജെന്നിസർ ടീമുകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരത് ചെയ്തു. അങ്ങനെ എല്ലാവരും അടുത്ത് അത് റിയാക്ട് ചെയ്തു. അത് വളരെ പ്രശ്നമായി. മണിയമ്പിള്ള രാജുവിനെ അത് വലിച്ചിഴിച്ച്, മണിയമ്പിള്ള രാജുവാണ് ഇങ്ങനെ പറയാൻ മൂന്നാമതൊരാൾ സീനിയർ ആയിട്ടൊരു ആർട്ടിസ്റ്റിനോട് ഡിസ്കസ് ചെയ്ത കൂട്ടത്തിലാണ് ഇങ്ങനെ സംസാരം വന്നതും അതിന് മുൻപിനും വേറെ കാര്യങ്ങളുണ്ടെന്ന് ടിനി ടോം പറഞ്ഞിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടിനി ടോം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെ. എങ്കിൽ പോലും മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ശരി, നമുക്കറിയാം എൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള പ്രശ്നത്തിൽ അവരിതായി ഇപ്പോൾ പരസ്യമായി മാപ്പൊക്കെ പറഞ്ഞ് പരിഭവങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അതുപോലെയല്ല നമ്മൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ എക്കാലത്തെയും മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ആരാണെന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ശ്രീ പ്രേം നസീർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അദ്ദേഹത്തെ, പ്രത്യേകിച്ചും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മലയാള സിനിമയെ നമ്മൾ സ്നേഹിക്കുന്നിടത്തോളം കാലം നസീറും എന്നും മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ ഉണ്ടാവും. പ്രേം നസീർ എന്ന് പറഞ്ഞ ആ വിശിഷ്ടനായ നടൻ, അദ്ദേഹം മനസ്സുകൊണ്ടും വ്യക്തിപ്രഭാവം കൊണ്ടും അതോടൊപ്പം തന്നെ അഭിനയ തികവ് കൊണ്ടും ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ മലയാളികൾ പൊതുവെ സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്. ഭൂരിഭാഗം മലയാളം, അല്ലാത്ത കുറച്ച് മൂരാച്ചികളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ബഹുമാനം എന്നും മലയാളികൾക്കുണ്ട്. അത് ഒരിക്കലും നമ്മൾ വാക്കുകൊണ്ടോ, അദ്ദേഹം മരിച്ചുപോയ ആൾക്കാരാണല്ലേ, ചരിത്രം സൃഷ്ടിച്ച് മരിച്ചുപോയി, അവരെക്കുറിച്ചൊക്കെ നമ്മൾ മോശം പറയുന്നത് വളരെ ഒരു നാണംകെട്ട പരിപാടിയാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരാമർശങ്ങൾ, അത് ടിനി ടോം ആയാലും മറ്റു കലാകാരന്മാരായാലും, നമ്മൾ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ലെവലിലെത്തി എന്ന് കരുതി നമ്മൾ മറ്റു നടന്മാരെ അങ്ങനെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവരെ അവഹേളിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ലെജൻഡറി ആക്ടേഴ്സിനെയൊക്കെ നമ്മൾ പരാമർശിക്കുമ്പോൾ അത്യധികം ബഹുമാനത്തോടു കൂടി പരാമർശിക്കാൻ ശ്രമിക്കുക, ഉള്ളിലില്ലെങ്കിലും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.